പ്രേക്ഷകരെ ഹൈ ഫൈവ് തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമ്മളൊരു പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. പേരാമ്പ്രയിൽ ഇപ്പോൾ പോലീസിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നു. UDF പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടക്കുകയാണ് തത്സമയം. ബെൻസൻ, ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ എത്തുമോ? ഇത് കുറച്ച് സാഹചര്യം കുറച്ച് പ്രശ്നമാണെന്ന് തോന്നുന്നു അല്ലേ? അതേ, സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലായിരുന്നു ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധ സംഗമം UDFന്റെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്നത്. KC വേണുഗോപാൽ MP പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോൾ പോലീസ് സംരക്ഷണം ഒരുക്കാൻ ചുറ്റിനും കൂടിയിരുന്നു. അപ്പോൾ പോലീസിനെതിരെ ഈ പ്രവർത്തകർ, UDFന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകർ തിരിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അവർ പോലീസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും അതോടൊപ്പം തന്നെ പോലീസിനെതിരെ ഒരു ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി. പിന്നീട് ബസ്സുകൾ ഉൾപ്പെടെ തടയാനുള്ള ഒരു ശ്രമം നടന്നു. ഇപ്പോൾ ഒരു ചെറിയ ശമനം ഈ ഒരു സംഘർഷത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നേതാക്കൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കരുത്, സംഘർഷങ്ങളിലേക്ക് പോകരുത് എന്ന് മൈക്കിലൂടെ ഉൾപ്പെടെ വിളിച്ചു പറയുന്നുണ്ട്. എങ്കിലും ഒരു സംഘർഷാവസ്ഥ തന്നെ പേരാമ്പ്രയിൽ തുടരുകയാണ്. കാരണം വലിയ രീതിയിലുള്ള വൈകാരികമായി തന്നെയാണ് ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റതിനെ, പോലീസ് മർദ്ദനമേറ്റതിനെ പ്രവർത്തകർ കാണുന്നത്. അതിനാൽ തന്നെ അത്ര അതിരൂക്ഷമായിട്ടുള്ള രീതിയിൽ പോലീസിനെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം മുൻപോട്ട് പോകുന്നത്. വേദിയിൽ സംസാരിച്ച നേതാക്കൾ ഉൾപ്പെടെ പോലീസിനെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു സംസാരിച്ചത്. KC വേണുഗോപാൽ MP ഈ പ്രതിഷേധം നടക്കുന്ന പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോൾ വേണുഗോപാൽ MPക്ക് സംരക്ഷണം ഒരുക്കാനെത്തിയ പോലീസിനെതിരെയാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി UDF പ്രവർത്തകർ എത്തിച്ചേർന്നത്. അവർ പോലീസ് ഗോബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പോലീസിനെതിരെ പ്രതിഷേധിക്കുന്നത്. പോലീസ് മനഃപൂർവ്വം MP ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ MPയെ മർദ്ദിച്ചു എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. ഇപ്പോൾ പോലീസ് ഇവിടെ നിൽക്കാൻ പാടില്ല, പോലീസ് ഇവിടെ സംരക്ഷണം ഒരുക്കേണ്ട ആവശ്യമില്ല, പോലീസ് ഇവിടെ നിന്നും മാറണം എന്ന് തന്നെയാണ് ഈ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും പ്രവർത്തകർ വൈകാരികമായി തന്നെ കാര്യങ്ങളെ എടുക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പോലീസിനെ ഇവിടെ നിൽക്കരുത്, പോലീസിനോട് ഇവിടെ നിന്ന് മാറാനാണ് ഇത്തരത്തിൽ പ്രവർത്തകർ പറയുന്നത്. അത്തരത്തിൽ ഗോബാക്ക് പോലീസ് മുദ്രാവാക്യ വിളികളുമായിട്ടാണ് പ്രവർത്തകർ പോലീസിനെതിരെ നിൽക്കുന്നത്. പക്ഷേ ചില പ്രവർത്തകരെങ്കിലും അല്ലെങ്കിൽ ചില നേതാക്കളെങ്കിലും ഇത്തരത്തിൽ പ്രതിഷേധിക്കരുത് അല്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകരുത് എന്ന് അറിയിക്കുന്നുണ്ട്. എങ്കിലും രംഗം ഒരല്പം സംഘർഷഭരിതമാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏറെ നേരമായി ഇത്തരത്തിൽ പോലീസിനെതിരെ ഗോബാക്ക് വിളികളുമായി പ്രവർത്തകർ ഈ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ തടിച്ചുകൂടുകയാണ്. ഇതിന് തൊട്ട് സമീപത്ത് തന്നെ ഇപ്പോൾ മുതിർന്ന നേതാക്കൾ വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വേദിക്ക് പുറത്ത് അല്ലെങ്കിൽ കുറച്ചപ്പുറത്തേക്ക് മാറി തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുള്ളത്. MK രാഘവൻ MP, KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വേദിയിലിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധത്തിലേക്ക് നേതാക്കൾ കടന്നിരിക്കുന്നത്. അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം KM അഭിജിത്തിന്റെയും അതോടൊപ്പം തന്നെ കർഷക കോൺഗ്രസ് നേതാക്കളുടെയും ഭാഗത്തു നിന്ന് എല്ലാം തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ പിന്തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. പോലീസ് ഗോബാക്ക് എന്ന മുദ്രാവാക്യം അവർ വീണ്ടും ആവർത്തിക്കുകയാണ്. പോലീസിന്റെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു നരനായാട്ടാണ് ഇന്നലെ കണ്ടത്. അതായത് സംസ്ഥാന സർക്കാരിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പല വിഷയങ്ങളെയും വഴിതിരിച്ചുവിടാൻ, അവയിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നരനായാട്ടം നടത്തുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അതിന്റെ ഇരയായിട്ടാണ് ഷാഫി പറമ്പിൽ MPക്കും ഇന്നലെ മർദ്ദനമേറ്റത്. അത് ആസൂത്രിതമായിട്ടുള്ള ഒരു നരനായിട്ടാണ് ഇന്നലെ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രവർത്തകർ ആരോപിക്കുന്നത്, നേതാക്കൾ ആരോപിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക്, പരസ്യ പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ മാറിയിട്ടുള്ളത്. പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും അത്തരത്തിൽ ഒരു സംയമനത്തിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല. ബെൻസൻ, പേരാമ്പ്രയിൽ പോലീസ് ലാത്തിചാർജിനിടയിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ്. ഇന്നലെ രാത്രി പലയിടങ്ങളിലും നൈറ്റ് മാർച്ചുകൾ നടന്നു. ആ നൈറ്റ് മാർച്ചുകളൊക്കെയും സംഘർഷത്തിൽ കലാശിച്ചു. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നതും പല ജില്ലകളിലും വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ പേരാമ്പ്രയിലെ സംഘർഷ സാഹചര്യമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ട്, വാക്കേറ്റമുണ്ട്. പോലീസ് ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളികളുമായി ഈ പ്രവർത്തകർ രംഗത്തുണ്ട്. നമുക്ക് KM അഭിജിത്ത് അടക്കമുള്ളവർ ഈ പ്രവർത്തകരെ അവരെ സമാധാനിപ്പിക്കുകയാണ്. അക്രമത്തിന് മുതിരരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇവരെ സംബന്ധിച്ച്, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് അല്പം വൈകാരികമാണ് ഈ ഒരു അവസ്ഥ. കാരണം അവരുടെ പ്രിയപ്പെട്ട MP ആണ്. ആ MPക്കാണ് ഒരു പോലീസ് മർദ്ദനം ഏൽക്കുന്നത്. അതും ഒരു കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിരുന്ന ഒരു സംഘർഷ സാഹചര്യം. അതിൽ തുടർന്ന് നടന്ന ഒരു മാർച്ച്, ആ മാർച്ചിനെത്തിയതാണ് MP. അതിനിടയിലാണ് ഈ MPക്ക് പരിക്കേൽക്കുന്നതും അദ്ദേഹത്തിന് ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇപ്പോൾ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലുമാണ്.
അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കുറച്ച് വൈകാരികവുമാണ്.